ഈ പറയുന്ന 3 ഗുണങ്ങൾ നിങ്ങളിൽ ആർക്കാവുള്ളത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ പറയുന്ന 3 ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിന്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു, ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. നാളെ അള്ളാഹു നിനക്ക് ഈ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരുമ്പോ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ ഉമ്മയുണ്ടല്ലോ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും സഹിച്ച് തന്നെ പ്രസവിച്ച തന്റെ പെറ്റുമ്മയുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ കാന യുത്ഇമുഹാ ബിയദിഹി. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? സ്വന്തം കൈകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും, ഞാനും നിങ്ങളും ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളവരാ. ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരു മനുഷ്യനുമില്ല, വാപ്പാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാത്ത ഒരു മനുഷ്യനുമില്ല. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം കാന യുത്ഇമുഹാ ബിയദിഹി. സ്വന്തം കൈകൊണ്ട് ഉമ്മായിക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം സ്വന്തം ഉമ്മാന് തന്റെ കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കും ഉമ്മായിക്കും ഭക്ഷണം സ്വന്തം കൈകൊണ്ട് വാരിക്കൊടുത്ത ഏതെങ്കിലും ഒരു മകനുണ്ടെങ്കിൽ ഒന്ന് കൈവക്ക്. താത്താമാര്, സ്വന്തം ഉമ്മാനോ വാപ്പാനോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൈകൊണ്ട് ചോറ് വാരി കൊടുത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ കൈവക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നേരത്തെ പൊക്കിയ കൈയൊക്കെ എവിടെ പോയി? ഞാൻ നിങ്ങളെ ആരെയും കളിയാക്കിയതോ പരിഹസിച്ചതോ അല്ല. നീ നിന്റെ ഗതികേട് ചിന്തിക്ക് സഹോദര. നിന്നെ പെറ്റ നിന്റെ ഉമ്മ, നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പയ്ക്ക്, എടാ ഈ 40 കൊല്ലം 30 കൊല്ലം 50 കൊല്ലത്തിന്റെ ഇടയിൽ ഒരു വട്ടമെങ്കിലും ഒരു ഉരുള ഭക്ഷണം വാരി കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ മോനെന്ന് പറഞ്ഞ് നടക്കുന്നത്? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ കൊടുക്കാനാ നമ്മള്? പെറ്റ തള്ളയ്ക്ക് പച്ചവെള്ളം കൊടുക്കണില്ല, ഇനിയിപ്പോ ചോറ് വാരി കിടക്കാൻ. പെറ്റ തള്ളയെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, സമയമില്ലല്ലോ. മാതാപിതാക്കളെ നോക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് ഖിദ്മത്ത് ചെയ്യാനും നമുക്ക് സമയമില്ല. ആണിനുമില്ല പെണ്ണിനുമില്ല. പ്രായമായ മാതാപിതാക്കളെ പരിഗണിക്കാത്ത മക്കൾ, തിരിഞ്ഞു നോക്കാത്ത മക്കൾ. സഹോദര, നീ ചിന്തിക്ക്, അവരുടെ കയ്യിൽ നിന്ന് നീ എത്ര വാരി തിന്നിട്ടുണ്ടടാ? നിന്റെ ഉമ്മ നിനക്ക് എത്രയോ പ്രാവശ്യം ഭക്ഷണം വാരി തന്നിട്ടുണ്ട്. എന്ത് നിനക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തത്? ഉമ്മാടെ ശരീരം മുഴുവനും സ്വർണ്ണാഭരണം ഇട്ട് കൊടുക്കാനല്ലല്ലോ പറഞ്ഞത്. നിന്റെ ഉപ്പാടെയോ ഉമ്മാടെയോ വായിലേക്ക് ഒരു വട്ടമെങ്കിലും ഒരു ഉരുള ഭക്ഷണമെങ്കിലും വാരി കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നീ നഷ്ടവാളിയല്ലേ? നീ അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടവാളി? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മായും മാപ്പായും പ്രായം ചെന്ന മാതാപിതാക്കൾ അവരെ തിരിഞ്ഞു നോക്കാത്ത മക്കളുടെ കാലമാണ്. രോഗം പിടിച്ച് വീടിൻ്റെ അകത്ത് കിടക്കുന്ന ഉമ്മാരുടെ അടുക്ക പോയിട്ട് എത്ര നാളായടാ? രോഗം പിടിച്ച് വീടിൻ്റെ അകത്ത് കിടക്കുന്ന വാപ്പായെ കാണാൻ പോയിട്ട് നിന്നെയൊക്കെ 10, 20, 25 സ്വർണ്ണാഭരണം തന്ന് കെട്ടിച്ചു വിട്ട വാപ്പാനൊക്കെ കണ്ടിട്ട് എത്ര നാളായി? താത്താമാരൊക്കെ എല്ലാത്തിനും ഭർത്താവും മക്കളും മതി. വലിയ കൊട്ടാരമൊക്കെ ആയില്ലേ? നീയിപ്പൊ എന്ത് വാപ്പ എന്തുമ്മ? രോഗം പിടിച്ചിട്ട് വീടിന്റെ ഏതോ മൂലയിൽ റൂമിന്റെ അകത്ത് കിടക്കുന്നുണ്ട്, തീരുമ്പോ കാണാൻ പോകാൻ വെച്ചിരിക്കുക. വാപ്പായുമായി മരിക്കുമ്പോ പോയി കിടന്ന് നെഞ്ചത്തടിച്ചിട്ട് എന്തൊരു അഭിനയം എന്നറിയോ?
ആപ്പാടെ മയ്യത്തങ്ങോട്ട് എടുക്കുമ്പോ പെമ്മക്കളുടെയൊക്കെ അടിയും ബഹളൊക്കെ ഒന്ന് കാണണം. അല്ലാ, ഉസ്താദൊക്കെ ദുആ ചെയ്യുമ്പോ നെഞ്ചു പൊട്ടിയിട്ട് കരയുക മരിച്ചു കഴിഞ്ഞപ്പോ. അപ്പോഴാ കാണിക്കണ്ടേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മാടെ അടുക്ക പോയിരുന്നിട്ട് ഉമ്മാടെ കാലൊന്ന് നെക്കിക്കൊടുത്ത കാലുണ്ടോ? ഉമ്മാനെ ചുംബിക്കാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഉമ്മാനെ ചുംബിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആലോചിക്കുക സഹോദര. സ്വന്തം ഉമ്മാനെ ചുംബിക്കുന്ന എത്ര പേരാ ഉള്ളേ? ഉമ്മയുടെ കൈകാലുകളൊന്ന് നെക്കിക്കൊടുക്കുന്ന എത്ര പേരാ ഉള്ളേ? ഉമ്മാടെ അടുക്കൽ പോയിരുന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്ന എത്ര പേരാ ഉള്ളേ? സമയമില്ല ഇല്ലേ? സമയമില്ല ഇല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടാ, ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മായിക്ക് ഉമ്മ കൊടുക്കണം. നമ്മുടെ ഉമ്മായിക്ക് നമ്മളിപ്പോ എങ്ങനെ ഉമ്മ കൊടുക്കാനാ? ഉമ്മാടെ ഗ്ലാമറൊക്കെ പോയില്ലേ? കിളവിയായില്ലേ? മുടിയൊക്കെ നരച്ച് തൊലിയൊക്കെ ചുളുങ്ങിപ്പോയി എല്ലും തോലുമായിട്ട് കിടക്കണ ആ ഉമ്മായിക്ക് ഇനി ഉമ്മ കൊടുക്കാനായില്ലേ? ഉമ്മ കൊടുക്കണല്ലേ? ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മുത്തം കൊടുത്താൽ അള്ളാഹു അവന് വരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഇനി പെണ്ണുമ്പിള്ളയ്ക്ക് പോലും നീ ഉമ്മ കൊടുക്കൂല, ഉമ്മാക്ക് കൊടുക്കത്തുള്ളൂ. നീ നിന്റെ സ്വന്തം മക്കളെ ഉമ്മ വെക്കുന്നതിനേക്കാൾ നിന്റെ ജന്മം നൽകിയ നിന്റെ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ നീ ഉമ്മ വെക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ അതുകൊണ്ട് പറയുകയാ, നിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാ നിന്റെ വാപ്പ. മോനെ, ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ടാ പാവങ്ങൾ. അള്ളാഹുവെ, മുണ്ടും മുറുക്കി ഉടുത്തി അവര് പട്ടിണി കിടന്നിട്ട് നിന്നെ വല്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയവരാ നിന്റെ വാപ്പ, നിന്റെ ഉമ്മ. ആ പാവങ്ങളെ നീ മറന്നു പോകരുത്, അവരെ നീ വേദനിപ്പിക്കരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ജീവിച്ചിരിപ്പുണ്ടോ ഇന്ന് വാഴ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോ. അല്ലെങ്കിൽ നാളെ ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് ഉമ്മാടെ റൂമിൻ്റെ അകത്ത് ഭക്ഷണ പാത്രവുമായി കടന്നു ചെല്ല്. ഉമ്മയുടെ റൂമിൻ്റെ അകത്ത് ഭക്ഷണ പാത്രവുമായി കടന്നു ചെല്ല്. എന്നിട്ട് ഉമ്മാനോട് ചോദിക്കണം, ഉമ്മാ, ഞാൻ ചെയ്തത് മുഴുവനും എനിക്ക് പൊരുത്തപ്പെട്ടതാ? വാപ്പയോട് പറയണം, ഞാൻ ചെയ്തത് മുഴുവനും എനിക്ക് പൊരുത്തപ്പെട്ടതാ? എന്നിട്ട് ചോദിക്കണം, ഉമ്മ, എനിക്കൊരാഗ്രഹമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് എനിക്കെൻ്റെ ഉമ്മായോട് എനിക്കൊരാഗ്രഹമുണ്ട്. എന്തേ മോനെ? എനിക്കെൻ്റെ ഉമ്മാടെ കൈ കൊണ്ടൊന്ന് ഭക്ഷണം വാരി തരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാരുടെ അടുക്കൽ പോയി. എൻ്റെ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഉമ്മ, എനിക്കൊരാഗ്രഹമുണ്ട്. എന്തേ മോനെ? എൻ്റെ കൈ കൊണ്ട് എൻ്റെ അമ്മായിക്കൊന്ന് ചോറ് വാരി തരണം. ഉമ്മായിക്ക് ചോറ് വാരി തന്ന അള്ളാഹു എനിക്ക് സ്വർഗം തരുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, മോനെ, ഞാൻ ചോറ് കഴിച്ചിട്ടായിരിക്കുന്നത്, വേണ്ട, മോൻ്റെ കൈ കൊണ്ട് ഇത്തിരി ചോറ് വാരിത്താ. നമ്മളൊന്ന് പറഞ്ഞു നോക്ക് സഹോദര. എൻ്റെ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകിയിട്ടിരിക്കുമ്പോഴാ ഞാൻ ഈ ആഗ്രഹം പറഞ്ഞത്. ഉമ്മ പറഞ്ഞു, കുഴപ്പമില്ല, മുമ്പ് ചോറെടുത്തിട്ട് വാ, അടുത്ത സമയത്തേക്ക് ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ കൊടുക്കാമെന്നല്ല, എൻ്റെ മോൻ്റെ കൈ കൊണ്ട് എനിക്ക് ഇപ്പൊ ഭക്ഷണം വേണമെന്ന് എൻ്റെ ഉമ്മ പറയുമ്പോ, സഹോദര, നിങ്ങൾ ഓരോരുത്തരും നാളെ നിന്റെ വീടിൻ്റെ അകത്ത് കിടക്കുന്ന വാപ്പാടെ ചാരത്തോ ഉമ്മാടെ ചാരത്തോ പോയിട്ടൊന്ന് പറഞ്ഞു നോക്ക്, ഉമ്മ, എനിക്കെൻ്റെ കൈ കൊണ്ട് നിങ്ങൾക്കൊന്ന് ചോറ് വാരി തരണം. നിങ്ങൾക്ക് ഭക്ഷണം വാരി തന്നാൽ അള്ളാഹു എനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ, ഒന്ന് വാരി തരട്ടെ എന്ന് ചോദിച്ചു നോക്ക്. 100 വട്ടം നമ്മുടെ ഉമ്മമാര് പറയും, കെട്ടിപ്പിടിച്ചിട്ട് വാരിത്താ മക്കളെ. അതാ സ്നേഹം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ് നൽകി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദെ, മരിച്ചില്ലെങ്കിൽ എന്നും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം കൈകൊണ്ട് വാപ്പായിക്കോ ഉമ്മായിക്കോ ഞാൻ ഭക്ഷണം വാരി കൊടുക്കുമെന്ന് നിയ്യത്ത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. കൊടുക്കാൻ മനസ്സുള്ള സഹോദരിമാര്, നിങ്ങളൊക്കെ വേണമെങ്കിൽ കൊടുക്ക്. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് നിന്റെ വാപ്പാടെയും ഉമ്മാടെയും വായിക്കകത്ത് ഒരു ഉരുള ഭക്ഷണം വെച്ച് കൊടുക്കാൻ നിന്റെ കൈ പൊങ്ങിയില്ലെങ്കിൽ നീ എഴുതി വെച്ചോ, നീ ചാകാൻ കിടക്കുമ്പോൾ പോലും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു തരാൻ നിന്റെ മക്കളുണ്ടാവില്ല. നീ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്നിട്ട് വെള്ളത്തിന് തെണ്ടിയാലും 10 പെറ്റ തള്ളയാണെങ്കിലും 10 മക്കളുടെ വാപ്പയാണെങ്കിലും വല്ലാഹി ഒരുത്തനും കാണൂല നിന്റെ വായിൽ ഒരു കവള് വെള്ളം ഒഴിച്ചു തരാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം നീ പെറ്റ തള്ളയ്ക്ക് കൊടുക്കാത്തവനാ, ഈ കൊടുത്തതേ നിനക്ക് അവിടെ കിട്ടൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഭക്ഷണം വാരി കൊടുക്കുവോ? നിങ്ങളും ഉണ്ടായിരട ചങ്ങായിമാരെ, വാരി കൊടുക്കുവോ? നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്.
ഈ പനിയും പിടിച്ച് ഞാൻ പറഞ്ഞത് വല്ല ഉപകാരം ഉണ്ടോ നോക്കട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു നിങ്ങൾക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം മാതാപിതാക്കൾക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. കാരണം ഇങ്ങോട്ട് കുറെ വാരി തിന്നിട്ടുണ്ടല്ലോ. അതാ പണ്ട്. ഇപ്പൊ പിന്നെ ആരോടാ ഇതൊക്കെ പറയണേ? ഇതൊക്കെ സത്യം പറഞ്ഞാൽ പറയുമ്പോ ചിരിയാ വരണം. ഞാൻ ഈ അടുത്ത് ഒരു വലിയ സമ്പന്നന്റെ വീട്ടിൽ ഇരുന്ന് സംസാരിച്ചപ്പോ പറഞ്ഞ കാര്യമാ. പണ്ടൊക്കെ നമ്മുടെ ഉമ്മ ചട്ടിക്കകത്ത് ചോറ് വാരിയിടും, ഇത്തിരി തൈര് ഒഴിക്കും. ഈ സിമെന്റ് കുഴക്കണ പോലൊരു കുഴയാ ഉമ്മ. അന്ന് പിന്നെ 500 പാത്രമൊന്നും ഇല്ലല്ലോ. ആ ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പഴയ ചോറൊക്കെ ഇട്ട് ഇങ്ങനെ കുഴയ്ക്കും. എന്നിട്ട് ഉമ്മ ഇങ്ങനെ കയ്യിൽ ഉരുള വിളിക്കും, വേണടാ. നമ്മളിങ്ങനെ കാത്തിരിക്കും കൊതിയോടെ. വേണോ വേണോ എന്ന് പറഞ്ഞാൽ ഓടി അങ്ങോട്ട് ചെല്ലും. ആ മോനെ എന്ന് പറഞ്ഞാൽ വാരി വെച്ച് തരും ഉമ്മ. നമ്മളൊക്കെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അള്ളാഹു നമുക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാർക്ക് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്നാൽ ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകണം. ഇന്ന് നാളെ ഉച്ചയ്ക്ക് ഇരിക്കണ താത്താമാര് നിങ്ങളൊക്കെ നാളെ ഉച്ചയ്ക്ക് ചോറും കറിയെല്ലാം കൂടെ എടുത്തിട്ടൊരു പാത്രത്തിൽ ഇങ്ങനെ കുഴയ്ക്കണം. ആരുടെ മുന്നിൽ വെച്ച്? നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ച്. നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഒരു 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള മക്കളുടെ മുന്നിൽ വെച്ചിട്ട് സിമെന്റ് കുഴക്കണ പോലെ ഇങ്ങനെ കുഴക്കണം. എന്നിട്ട് ചോദിക്കണം, ചോറ് വേണോടാ? മക്കള് പറയും, വാപ്പ തിന്നോളാം, എനിക്ക് വേണ്ടാന്ന്. കാരണം എന്തേ? അവൻ വിചാരിക്കുന്നത് അത് വേസ്റ്റ് ആണെന്നാ. ഒരാള് കൈയിട്ടത് മറ്റൊരാള് തിന്നാൻ പാടില്ല. അതാ പുതിയ തലമുറ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാ പണ്ടങ്ങനെ ഉണ്ടോ? പണ്ടത്തെ വീടുകൾ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു പാത്രമുണ്ടാകും. എന്തിന്? എല്ലാരും കഴിക്കണത് ആ പാത്രത്തിലാ. ഒരു വലിയ പാത്രമുണ്ട് വീട്ടിൽ. ആ പാത്രത്തിന്റെ അകത്തോട്ട് അങ്ങോട്ട് എടുത്ത് തട്ടും. വാപ്പായും ഉമ്മായും കൂടപ്പുറപ്പുകളും എല്ലാവരും ചുറ്റുഭാഗത്തിരുന്നിട്ട് അങ്ങോട്ട് വാരി തിന്നും. അതുകൊണ്ട് പണ്ടുള്ളവർക്ക് സ്നേഹം ഉണ്ടായിരുന്നു. നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാൽ പറയും, നീ പോടാ, അവൻ എൻ്റെ രക്തോടാ, അവൻ എൻ്റെ കൂടപ്പുറപ്പടാ. ആര് പറഞ്ഞാലും കൂടപ്പുറപ്പുകൾ തമ്മിൽ വല്ലാത്ത ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു. കാരണം അവരൊരു പാത്രത്തിൽ തിന്നവരാ. ഇന്ന് ഏറ്റവും വലിയ ശത്രുവാരാ? നാട്ടുകാരോ? അല്ല, നിന്റെ കൂടപ്പുറപ്പ്. എടാ, നാട്ടുകാരല്ലടാ നിന്റെ ഏറ്റവും വലിയ ശത്രു. നിന്റെ കൂടപ്പുറപ്പ്, നിന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നവൻ. പടച്ചവനെ, ഭാര്യയും ഭർത്താവും. പണ്ടത്തെ പെണ്ണുങ്ങള് ഭർത്താവ് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേക്കുന്നത് വരെ ഇങ്ങനെ കാത്തു നിൽക്കും. ഭർത്താവ് എഴുന്നേറ്റ് കഴിഞ്ഞാ അതേ പാത്രത്തിൽ ചോറിട്ടിട്ട് തിന്നും. ബർക്കത്ത്. ഇന്ന് തിന്നോ? നിന്റെ ആമിനെ തിന്നോ? നീ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഓള് നിന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. നമ്മളൊക്കെ ഇന്ന് രാത്രി ചെല്ലുമ്പോ ഭർത്താവ് പണ്ടത്തെ പെണ്ണുങ്ങൾ നോക്കി നിൽക്കും. ഭർത്താവ് കഴിച്ചിട്ട് എഴുന്നേക്കുമ്പോ അതേ പാത്രത്തിൽ കഴിക്കാൻ. ഇന്ന് നിന്റെ പെണ്ണുമ്പിള്ള നീ വീട്ടിൽ ചെല്ലുമ്പോ തിന്നിട്ട് പാത്രവും കഴുകിയിട്ട് ഓള് കിടന്ന് ഉറങ്ങാ. എന്ത് സ്നേഹം! ചുമ്മാതല്ല. ഇപ്പൊ ഇന്നലെയും കണ്ടല്ലോ, ഇപ്പൊ 2 പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചേ ഇല്ലപ്പാ. വാട്സപ്പിലൊക്കെ കണ്ടിന്. കല്യാണം കഴിഞ്ഞ 2 പെൺകുട്ടികൾ നമ്മുടെ ഉമ്മത്താ. എന്നാ മക്കളില്ലപ്പാ. 2 പെൺകുട്ടികൾ മക്കളെയും കളഞ്ഞിട്ട് അവളുമാര് 2 കൂടെ ഒളിച്ചോടി പോയി. കാലം പോയ പോക്കെ ഓന്തോടിയ എവിടെ വരെ. അള്ളാഹു ഈ മന്ദിരമാറാകട്ടെ. കാലം പോയ പോക്ക് നോക്ക് സഹോദരങ്ങളെ. അടുത്ത തിരുവനന്തപുരത്ത് ഈ ഫെബ്രുവരി പ്രണയദിനത്തിൻ്റെ അന്ന് ഞാൻ മൊബൈലിൽ കണ്ട് ഞങ്ങളുടെ തിരുവനന്തപുരത്ത് 2 ചെറുപ്പക്കാർ തമ്മിൽ കല്യാണം കഴിച്ചു. കാലത്തിന്റെ അവസ്ഥ ആലോചിക്കല്ലേ. അല്ലാഹു അഅലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കുറച്ച് പാല് കൊണ്ടുവന്ന് കൊടുത്തു. കേട്ടോ ഭർത്താക്കന്മാരൊക്കെ കേട്ടോണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കുറച്ചു പാല് കൊണ്ടുവന്ന് കൊടുത്തു. പ്രവാചകൻ അത് വാങ്ങിയിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഭാര്യയല്ലേ വിളിച്ചിട്ട് പറഞ്ഞു, എന്നാ ആയിഷ നീ കുടിക്ക്. ഇല്ല നബി, നീ കുടിക്ക. ആയിഷ ബീബിക്ക് കൊടുത്തു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പാല് കുടിച്ചു. മതി നബിയെ. ഇല്ല നീ കുടിക്ക്, വയറ് നിറച്ചു കുടിക്കാൻ പറഞ്ഞു. ആയിഷ ബീബി വയറ് നിറച്ചു പാല് കുടിച്ചു. മതി നബിയെ, എനിക്ക് സ്ഥലമില്ല, ഇനി സ്ഥലമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാലിന്റെ പാത്രം ഇങ്ങനെ മേടിച്ചിട്ട് ഇങ്ങനെ തിരയാ. ഇതോ കളഞ്ഞുപോയ വസ്തു തിരയണ പോലെ തിരയാ. എന്തേ നബിയെ നോക്കണേ? ഇല്ല ആയിഷ, നിന്റെ ചുണ്ട് എവിടെ വെച്ച് കുടിച്ചതേ നോക്കാന്നേ. നീ എവിടെയാണ് നിന്റെ ചുണ്ട് വെച്ച് കുടിച്ചതെന്ന് നോക്കാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുപിടിച്ചു, നനഞ്ഞിരിക്കുന്നു. തന്റെ ഭാര്യ എവിടെയാണോ ചുണ്ട് വെച്ച് കുടിച്ചത് അതേ സ്ഥലത്ത് തന്നെ ചുണ്ട് ചേർത്ത് വെച്ചിട്ട് കുടിച്ചു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ായിരുന്നു പഴയ തലമുറ. അതുകൊണ്ട് പണ്ടത്തെ പെണ്ണുങ്ങൾ ആരെങ്കിലും ഒളിച്ചോടി പോയ കഥയുണ്ടോ? കല്യാണം കഴിച്ച ഏതെങ്കിലും ഉമ്മ ഓടിയ കഥയുണ്ടോ? ഇല്ല. കാരണം എന്തേ? ഭർത്താവും ഭാര്യയും തമ്മിൽ അത്രയ്ക്കൊരു ബന്ധമായിരുന്നു.
ഇന്ന് ആകെ ബന്ധം ഫോണുമായിട്ടുള്ള ബന്ധമാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഫോണിനെയാ. ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, എൻ്റെ ഇക്കാടെ കയ്യിലിരിക്കണ മൊബൈലായാൽ മതിയായിരുന്നു പഠിച്ചോലെ. ബാത്റൂമിൽ പോകുമ്പോഴും അത് കൊണ്ടാവണേ, ബാത്റൂമിൽ പോകുമ്പോഴും അത്, ഉറങ്ങുമ്പോഴും അത്. 500 ലോക്ക്, എവിടൊക്കെ ലോക്ക് ഇടാൻ പറ്റുമോ, ഗാലറിയിൽ ലോക്ക്, വാട്സപ്പിൽ ലോക്ക്, സർവ്വതിൽ മെസ്സേജിലും ലോക്ക്. അവസാനം നിന്റെ ജീവിതത്തിലും ലോക്ക് വീഴും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എവിടെ എത്തി പടച്ചോനെ? ഈ അടുത്ത് മൊബൈലിൽ ഞാനൊരു വീഡിയോ കണ്ടു. ഇനി അവരെങ്ങാനും കണ്ട ഒരു അവാർഡ് കൊടുക്കണം. വാപ്പ നിസ്കരിക്കാം, ഒരു ചെറിയ കുട്ടി മൊബൈലും പിടിച്ചുകൊണ്ട് വാപ്പാടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വാപ്പ ഇങ്ങനെ നിസ്കരിക്കാം, നിസ്കാരം കഴിഞ്ഞിട്ട് വാപ്പ ഇങ്ങനെ അത്തഹിയ്യാത്തിലിരിക്കുക. വാപ്പ അത്തഹിയ്യാത്തിൽ ഇരുന്നിട്ട് ഈ കൈയുടെ വിരല് ഇങ്ങനെ അങ്ങോട്ട് ഉയർത്തിയത് ഈ കുഞ്ഞു ഓടി ചെന്നിട്ട് വാപ്പാടെ കൈയുടെ വിരല് പിടിച്ചിട്ട് മൊബൈലിൽ വെക്കുക, ലോക്കടിക്കാൻ. കുട്ടി ഇങ്ങനെ നിൽക്കുക. നമുക്കത് കാണുമ്പോൾ അത്ഭുതം തോന്നാ. അത്തഹിയ്യാത്തിൽ ഇരുന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈ അങ്ങോട്ട് നീട്ടിയതും കുഞ്ഞു ഓടി ചെന്ന് ലോക്കഴിച്ചിട്ട് ഓടുക. അത് പോട്ടെ, നിസ്കരിച്ചവന്റെ കാര്യം പോകട്ടെ, കഴിച്ച കുഞ്ഞിന്റെ കാര്യം പോകട്ടെ. ആ വീഡിയോ പിടിച്ച മഹാനുണ്ടല്ലോ, ഓനെ സമ്മതിക്കണ്ടായി. അവനാ അള്ളാഹ് സ്വർഗം കൊടുക്കേണ്ടത്. നിങ്ങൾ ആലോചിക്കണം. അവൻ നോക്കി നിൽക്കാ, അവന്റെ പെണ്ണുമ്പിള്ളയായിരിക്കല്ലേ വരാരാ. ആ വീഡിയോ പിടിക്കുന്നതാര്? ആ കുട്ടിയുടെ ഉമ്മയാ. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. അപ്പോഴും ലോക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ കൂടുതലൊന്നും പറയണില്ല, പറഞ്ഞെങ്ങനെ പോകും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് പെറ്റ തള്ളയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം മാറിക്കൊടുക്കടാ മക്കളെ. അള്ളാഹു നാളെ നിനക്ക് സ്വർഗത്തിലെ ഭക്ഷണം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ട് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ നല്ല ഗുണമെന്താ? തൻ്റെ ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു ആ ചെറുപ്പക്കാരൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ? ഒന്ന് ആലോചിക്ക്. നമ്മളോ? ഉമ്മാനോട് പറയാ, കിളവി മിണ്ടാതെ അവിടെ വല്ലതും കിടന്നോണം, മിണ്ടാതെ അവിടെ വല്ലോ. ഉമ്മാനെ ഇപ്പൊ ഉമ്മാന്നൊന്നും വിളിക്കണില്ല, പുതിയ തലമുറ ഉമ്മാന്ന് വിളിക്കണില്ലല്ലോ. കാമുകം വിളിക്കുമ്പോ കാമുകി പറയാ, ഈ 2 ജന്തുക്കൾ ഉറങ്ങിയിട്ടില്ലടാ, ഇവിടെ കിടക്ക. ആര്? വാപ്പായും ഉമ്മായും. കാമുകനോട് പറയാ, കിളവനും കിളവി ഇവിടെ തന്നെ, ഇപ്പോഴും ഉറക്കമൊന്നും ഇല്ല, ജന്തുക്കൾക്ക് കിടക്ക. ആര്? വാപ്പാനും ഉമ്മാനെയും പറയുന്ന കാലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, ഉമ്മാടെയും ബാപ്പായും നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം. അവരുടെ മുന്നിൽ ഇരിക്കാൻ പാടില്ല, അവരുടെ മുന്നിലൂടെ നടക്കാൻ പാടില്ല, അവരുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഖുർആനാ പറഞ്ഞത്, ചേ എന്ന് പറയുന്ന വാക്ക് പോലും പറയരുത്. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞു, മാതാപിതാക്കളുടെ മുന്നിൽ ചേയെന്നല്ല. ഡിക്ഷണറിയിൽ അർത്ഥമില്ലാത്ത ചീത്തയായി ഇപ്പൊ മക്കള് മാതാപിതാക്കളെ വിളിക്കണേ. അല്ലാഹുവേ, എന്തൊക്കെയാ പടച്ചവനെ വിളിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ സഹോദര. ഉമ്മാനെയും വാപ്പാനെയും ചീത്ത വിളിക്കുന്ന മക്കളില്ലേ, തല്ലുന്ന മക്കളില്ലേ, കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ ഉമ്മാനെ, നമ്മുടെ വാപ്പാനെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എൻ്റെ പ്രിയപ്പെട്ട സാത്താമാരൊക്കെ കല്യാണം കഴിച്ച് ഒരു നല്ല വീടും കെട്ടി ഗൾഫുകാരനായ ഒരു ഭർത്താവിനെയും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉമ്മാനെ ഉപദേശിക്കാനായി താത്താമാര്. ഇന്ന് പെണ്ണുങ്ങൾ ഉമ്മാനെ ഉപദേശിക്കും. ഫോണ് വിളിച്ചിട്ട്, നിങ്ങൾക്ക് എന്തേ ഉമ്മ അടങ്ങിയിരുന്നൂടെ, എനിക്ക് പണിക്കൊന്ന് പൊക്കൂടെ? അത്രയ്ക്കും വളർന്നുപോയി, നിങ്ങളൊക്കെ വളർന്നുപോയി. വായി നോക്കി തെണ്ടി തിരിഞ്ഞ് നടന്നൊരു കാലം ഉണ്ടായിരുന്നു, തെക്ക് വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നത്. ആ കാലത്ത് ഇന്ന് നിനക്ക് ഈ നാട്ടിൽ വലിയ വീടും വലിയ മതിലും വലിയ കാറും സുന്ദരിയായ പെണ്ണും ഉണ്ടില്ലേ, എങ്കിലും നീ വായി നോക്കി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നടാ ചങ്ങാതി. അന്ന് നിന്റെ ഉമ്മ എല്ലാ ഉസ്താദന്മാരുടെ കയ്യിലും 10ഉം 20ഉം കൊടുത്തിട്ട് പറയും, ഉസ്താദെ, എൻ്റെ മോന് നല്ലൊരു ജോലി കിട്ടാൻ ദുആ ചെയ്യണേ ഉസ്താദെ. മക്ബറകളിലും മജ്ലിസ് സലാത്തിന്റെ സദസ്സുകളിലും വഅലിന്റെ സദസ്സുകളും നിന്റെ ഉമ്മയും ബാപ്പയും കരഞ്ഞു ദുആ ചെയ്ത് നിനക്കൊരു ജോലി കിട്ടി. അങ്ങനെ നീ ജോലി കിട്ടിയിട്ട് നീ ഗൾഫിൽ പോകാറായപ്പോ ബാപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, മോൻ പേടിക്കൊന്നും വേണ്ട, ഉമ്മ ഉണ്ടല്ലോ മോനെ, പൊക്കോ. ഉമ്മ അങ്ങനെ യാത്രയാക്കി. ഗൾഫിൽ പോയിട്ട് വിളിച്ചു പറഞ്ഞു, വാപ്പ, ഉമ്മ ഇവിടെ വലിയ ചൂടാ ഉമ്മ, കാട്ടറബിയാ ഉമ്മ, വലിയ. ഉമ്മ പറഞ്ഞു, പേടിക്കണ്ട മോനെ, എല്ലാം ശരിയാകും, എല്ലാം ശരിയാകും. ഉമ്മ പിന്നെയും ദുആ ചെയ്തു. അറബിയുടെ സ്വഭാവം മാറി, നല്ല ശമ്പളമായി, നല്ല ജോലിയായി. അൽഹംദുലില്ലാ, നാട്ടിലേക്ക് വന്നു.
അപ്പൊ ഉമ്മ ദുആ ചെയ്തു, അല്ലാ എൻ്റെ മോന് നല്ലൊരു പെണ്ണിനെ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു നിനക്ക് നല്ല ഒരു ഗൾഫുകാരൻ്റെ മകളെ തന്നെ തന്നു. അത് കഴിഞ്ഞപ്പോ ഉമ്മ ദുആ ചെയ്തു, അല്ലാ എല്ലാവർക്കും വീടായി, അല്ലാഹുവേ എല്ലാവർക്കും മക്കളായി, എൻ്റെ മോനും മക്കളെ കൊടുക്കണേ അല്ലാ. നീ ചെയ്തതിനെക്കാളും കൂടുതൽ ദുആ ചെയ്തത് നിന്റെ ഉമ്മയും ബാപ്പയും, നിനക്ക് അല്ലാഹു മക്കളെ നൽകി. ഉമ്മ ദുആ ചെയ്തു, അല്ലാ എല്ലാവർക്കും വീടായി, എൻ്റെ മോനും ഒരു വീട് കൊടുക്കണേ അല്ലാ. അങ്ങനെ ഈ നാട്ടിലെ ഏറ്റവും വലിയ വീട് നീ കെട്ടി. അവസാനം വാപ്പാനെയും ഉമ്മാനെയും കൊണ്ടുവന്ന് ആ വീടിൻ്റെ അകത്ത് ഇരുത്തിയിട്ട് നീ പറഞ്ഞതെന്താ? വല്ലതും തിന്നിട്ട് രണ്ടെണ്ണോ ഈ വീടിൻ്റെ അകത്ത് കിടന്നോണം, പുറത്തിറങ്ങിയേക്കരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാ, സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, വാപ്പാടെയും ഉമ്മാടെയും മുന്നിൽ നിന്റെ ശബ്ദമുയർന്നാൽ, നിന്റെ മാതാപിതാക്കളുടെ മുന്നിലെങ്ങാനും നിന്റെ ശബ്ദമുയർന്നാൽ കഴിഞ്ഞടാ സഹോദരാ, നിന്റെ ദുനിയാവും പോയി, നിന്റെ ആഖിറവും പോയി, സർവ്വതും നഷ്ടപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ആരെങ്കിലും 3 പാപങ്ങൾ ചെയ്താൽ അവന് മരണത്തിന് ശേഷമല്ല ശിക്ഷയുള്ളത്, ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുകയാണ്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞാണ് മരണസമയത്ത് ശിക്ഷ, ഖബറിന്റെ അകത്ത് ശിക്ഷ, പരലോകത്ത് ശിക്ഷ, നരകത്തിലെ ശിക്ഷ. മോനെ, ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ തരുന്ന പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് തന്റെ മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിക്കുന്നത്, തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത്. അവൻ അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഉമ്മാനോട് കയർക്കുന്നവരുണ്ട്, വാപ്പാനോട് കയർത്ത് സംസാരിക്കുന്നവരുണ്ട്, മാതാപിതാക്കളെ തല്ലുന്നവരുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയുകയാ, ആ ചെറിയ കുട്ടികളുണ്ടല്ലോ, പടച്ചവനെ ഉമ്മാനോട് കയർത്തു സംസാരിക്കുന്ന മക്കളുണ്ടല്ലോ, എടാ ചെറുപ്പക്കാരാ, ഉമ്മാന്റെ മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത്, ഉമ്മയുടെ മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത്. ഉമ്മ ഒരു സ്ഥലത്ത് പോകണ്ട എന്ന് പറഞ്ഞാ പോകരുത്, വാപ്പ ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാ പോകരുത്. അത് എവിടേക്കാണെങ്കിലും പോകണ്ട. ഉസ്താദേ പോയാൽ എന്തു ചെയ്യും? ഉമ്മ പറഞ്ഞു കളിക്കാൻ പോകണ്ട, ഫുട്ബോൾ കളി കാണാൻ പോകണ്ട, കറങ്ങാൻ പോകണ്ട, ടൂറിന് പോകണ്ട. ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ നീ പോകരുത്. അപ്പോ നീ ചോദിക്കും, ഉസ്താദേ പോയാൽ എന്ത് സംഭവിക്കും? മോനെ, നിനക്കൊക്കെ ഞാനൊരു ചരിത്രം പറയാ. ഈ സദസ്സിലിരിക്കുന്ന ചെറിയ വിദ്യാർത്ഥികളുണ്ടല്ലോ, ചെറുപ്പക്കാരുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ, നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. ഉമ്മ പറയുന്നത് അനുസരിക്കാത്തവർക്ക് റബ്ബ് കൊടുത്ത ഒരു ചരിത്രം പറയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ പോലെ ഫദിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. അല്ലാഹുവേ, വാപ്പ മരണപ്പെട്ടു പോയി, ഉമ്മ മാത്രമേ ഉള്ളൂ. ഫദിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിൽ നടന്ന ചെറുപ്പക്കാരനാണ്. അവസാനം ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കൂട്ടുകാര് മുഴുവനും പറഞ്ഞു, ഫദിലേ, ഞങ്ങളെല്ലാവരും കൂടെ മക്കത്ത് പോകാൻ തീരുമാനിച്ചു, ഞങ്ങളെല്ലാവരും ഉംറയ്ക്ക് പോകുകയാണ്, നീ ഞങ്ങളുടെ കൂടെ വരുന്നോ ഫദിലേ? ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിച്ചിട്ട് പറയാം, ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിച്ചിട്ട് പറയാ. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് അവിടെ നിന്ന് ചോദിക്കുന്ന, ഉമ്മ, കൂട്ടുകാര് മുഴുവനും മക്കത്ത് പോവുകയാ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ? ഉംറ ചെയ്യണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടുമ്മ. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ഉമ്മ പറഞ്ഞു, എന്റെ പൊന്നുമകന് പോകണ്ട, നീ പോയാ എനിക്കാരുമില്ലല്ലോ, എന്നെ ആരാണ് നോക്കുന്നത്? അതുകൊണ്ട് എന്റെ മോൻ പോകണ്ട, പിന്നീടൊരു സമയത്ത് പോകാമെന്ന് ഉമ്മ എവിടെ നിന്ന് പറയുകയാണ്.
ഫളിലിന് വല്ലാത്ത വിഷമമുണ്ടായി. പക്ഷേ അവിടെ നിന്ന് കാണിച്ചില്ല. കൂട്ടുകാരുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല. കൂട്ടുകാര് കളിയാക്കുകയാ, കള്ളു കുടിക്കാനും വ്യഭിചരിക്കാനും ഒന്നുമല്ലടാ നിന്നെ വിളിച്ചത്, മക്കത്ത് പോയിട്ട് ഉംറ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിനു പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ. കൂട്ടുകാര് മുഴുവനും അവിടെ നിന്ന് കുത്തുവാക്കോ പറയുകയാണ്. അവര് പറഞ്ഞു, നീ വരുന്നെങ്കിൽ വാടാ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാര് മുഴുവനും പോകുകയാണ്. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. രണ്ടാമതും ചോദിച്ചു, ഉമ്മ എല്ലാവരും മക്കത്ത് പോകുന്നു, ഞാനും കൂടെ പോകട്ടെ ഉമ്മ? ഉമ്മ പറഞ്ഞു, നിന്നോട് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഫളിലിന് ഇഷ്ടപ്പെട്ടില്ല. വീടിന്റെ അകത്ത് കടന്നു ചെന്നു. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, വ്യഭിചരിക്കാനോ കള്ളു കുടിക്കാനോ കറങ്ങാനോ അല്ല, മക്കത്ത് പോകുന്നത് ഉംറ ചെയ്യാനാണല്ലോ, അതൊരു നല്ല കാര്യമാണല്ലോ. എന്തിനാ ഉമ്മയുടെ അനുവാദം എന്തിനാണ്? ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്റെ സാധനങ്ങൾ മുഴുവനും എടുത്ത് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഉമ്മ പറഞ്ഞു, മോനെ ഫളിലേ, പോകല്ലേടാ മോനെ, മോനെ ഉമ്മാടെ വാക്ക് കേൾക്കാതെ ഇറങ്ങി പോകല്ലേ. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കരഞ്ഞു വിളിച്ചുകൊണ്ട് തന്റെ മാതാവ് പറയുകയാ. പക്ഷേ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ഫളിൽ കേട്ടതുപോലും കാണിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പടച്ചവനെ ചെന്ന് നോക്കുമ്പോൾ തന്റെ കൂട്ടുകാര് മുഴുവനും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അവസാനം ഫളിൽ ഒറ്റയ്ക്കാണ് നടന്നു പോകുന്നത്. അവസാനമല്ലാ, മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത പ്രയാസമായി, മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദന. കൂട്ടുകാരാണെങ്കിൽ പോകുകയും ചെയ്തു. ഉമ്മാനെ വേദനിപ്പിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. സമാധാനമില്ല, സമാധാനമില്ല. അവസാനം ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനൊരു പള്ളി കണ്ടു. നിസ്കരിച്ചാ സമാധാനം കിട്ടുമല്ലോ. ഉളുവെടുത്തു പള്ളിക്കകത്ത് കയറി 2 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, നാട്ടുകാര് വന്ന് പിടിച്ചു കെട്ടുകയാ. എന്തേ കാരണമെന്നറിയുമോ? ആ നാട്ടിൽ വലിയ ഒരു വലിയ മോഷണം നടന്നു. കള്ളൻ ഓടി വന്നത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. യഥാർത്ഥത്തിൽ കള്ളൻ ഓടി രക്ഷപ്പെട്ടു. അവര് വിചാരിച്ചു ഫളിലാണ് കള്ളനെന്ന്. എന്നിട്ട് വരുന്നവനും പോകുന്നവനും എല്ലാം തല്ലുകയാണ്. എല്ലാവരും ഫളിലിനെ തല്ലുകയാണ്. എന്നിട്ട് പടച്ചവനെ കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? ഇനി ഒരിക്കലും ഇവനെ മോഷ്ടിക്കാൻ പാടില്ല. അവന്റെ കൈ 2 വെട്ടിമുറിച്ചു, 2 കാലുകൾ വെട്ടിമുറിച്ചു, 2 കണ്ണും ചൂടുന്നെടുത്തു. ഒറ്റ ദിവസം കൊണ്ട് സർവ്വതും പോയി. എന്നിട്ട് എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ ഫളിൽ വിളിച്ചു പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ. എന്റെ ഉമ്മയുടെ വാക്ക് കേൾക്കാത്തതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടന്ന് കരയുകയാണ്. അവസാനം കൈയില്ലാതെ കാലില്ലാതെ കണ്ണില്ലാതെ ഫളിലിനെ കൊണ്ടുവന്ന് തെരുവിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അവസാനം അവിടെ കിടന്ന് രക്തത്തിൽ കിടന്ന് കുളിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്, അല്ലാഹുവേ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാ. അല്ലാഹുവേ, എന്റെ ആഖിറവും നഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനോട് എനിക്കൊന്ന് പൊരുത്തം ചോദിക്കണം തമ്പുരാനെ. തെരുവിൽ കിടന്ന് യാചിക്കുകയാണ്. വഴിയിലൂടെ പോകുന്ന യാത്രക്കാരോട് ഫളിൽ യാചിക്കുന്നു, അല്ലാഹുവിനെ ഓർത്തിട്ട് എന്റെ ഉമ്മാടെ മുന്നിൽ എന്നെയൊന്ന് കൊണ്ടുപോകുവോ? ഒന്ന് പൊരുത്തം ചോദിക്കാനാ, ഒന്ന് പൊരുത്തം ചോദിക്കാനാ. അവസാനം തെരുവിൽ കിടന്ന് യാചിക്കുന്നത് കണ്ടപ്പോ ഏതോ യാത്രക്കാര് പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. വീടിന്റെ കവാടം തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു. അല്ലാ, അവര് ചോദിച്ചു, ഉമ്മ, ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ അറിയുമോ ഉമ്മ? പടച്ചവനെ, ഉമ്മ നോക്കുമ്പോ മനസ്സിലാകുന്നില്ല. കൈയില്ല, കാണില്ല, കാലില്ല, രക്തത്തിൽ കുളിച്ചിട്ട് ഒന്നും അറിയുന്നില്ല, ആരാണെന്ന് പോലും അറിയുന്നില്ല. ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല,
എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഉമ്മാടെ ശബ്ദമങ്ങ് കേൾക്കുമ്പോ ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് മനസ്സിലായി അത് തന്റെ ഉമ്മയാണെന്ന്. അവിടെന്ന് വിളിക്കുന്ന ഉമ്മ, ഉമ്മ ഞാനാ ഉമ്മ, ഉമ്മാടെ പൊന്നുമകന് ഫദിലാണുമ്മ. ഉമ്മാടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണുമ്മ. അവിടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, ഇനി പറയടാ, കള്ള് കുടിക്കാൻ പോയതല്ല, വ്യഭിചരിക്കാൻ പോയതല്ല, ഫുട്ബോൾ കളി കാണാൻ പോയതല്ല, സിനിമാ തിയേറ്ററിൽ പോയതല്ല, കൂട്ടുകാരുടെ കൂടെ ഊട്ടിയിലും കൊടൈക്കനാലിലും പോയതല്ല. മോനെ, മക്കത്ത് പോകുന്നത് നല്ല കാര്യമല്ലേ, ഉംറയ്ക്ക് പോകുന്നത് നല്ല കാര്യമല്ലേ, പക്ഷേ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞ പോയ ഒരു മകൻ അല്ലാഹു ദുനിയാവിൽ വെച്ച് കൊടുത്ത ശിക്ഷ ഇതാണെന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ, ഉമ്മാനെ വിറപ്പിക്കുന്ന മക്കള്, മാതാപിതാക്കളുടെ മുന്നിൽ കിടന്ന് വാഴ്ന്നു പറയുന്ന മക്കള്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവരുടെ മനസ്സു വേദനിപ്പിക്കരുത്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്താത്ത മകനാ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, മൂന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ? തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരിറങ്ങി പോകുമ്പോ കൂടെ ഇറങ്ങി പോകും. ഉമ്മാനെ കാണാൻ വന്നിട്ട് പോകുന്നവരുടെ പുറകെ നടന്നു പോകും. എന്നിട്ട് കയ്യിൽ പിടിച്ച് ചോദിക്കും, ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? എന്റെ ഉമ്മാന് വീട്ടിൽ വല്ലതും കുറവുണ്ടോ? ഉമ്മ ഒന്നും എന്നോട് പറയാറില്ല, ഉമ്മ എന്നോടൊന്നും പറയാറില്ല. എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞെങ്കിൽ പറ, മരിക്കുന്നതിന് മുമ്പ് ചെയ്തു കൊടുക്കാനാ. എന്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് എനിക്കത് ചെയ്തു കൊടുക്കാനാണ്. അള്ളാഹുവേ, ചോദിച്ച് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മാനെ കാണാൻ വരുന്നവരുടെ പുറകെ നടന്ന് ചോദിച്ചറിഞ്ഞ് ചെയ്തു കൊടുക്കണ്ട. ഉമ്മ ചോദിക്കുന്നതെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്താ മതി. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. മാതാപിതാക്കൾ എന്താണോ ആവശ്യപ്പെടുന്നത്, മോനെ നിന്റെ ഉമ്മയല്ലേ, നിന്റെ വാപ്പയല്ലേ, കൊടുക്കേണ്ടത് അവർക്കല്ലേ പൊന്നുമോനെ. മാതാപിതാക്കൾ ഗുളിക ചോദിച്ചാ വാങ്ങിക്കൊടുക്കാത്തവരുണ്ട്. പടച്ചവനെ, ഒരു ഫർദയുടെ പേരിൽ തല്ലുണ്ടാക്കുന്നവരുണ്ട്. മാതാപിതാക്കളെ പരിഗണിക്കാത്തവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ഉമ്മയാണ് നിന്റെ വാപ്പയാ. അവരുടെ കാൽച്ചുവട്ടിലാ നിന്റെ സ്വർഗം കിടക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, നബിയേ, എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാ നബിയേ? റസൂലുള്ള പറഞ്ഞു, ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബിയേ? ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബിയേ? ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബിയേ? വാപ്പയോടാണ്. 3 പ്രാവശ്യവും അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ഉമ്മ ഉമ്മ ഉമ്മ. കാരണം എന്തെന്നറിയോ? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. ഗർഭം ചുമന്നതുമ്മയാണ്, നൊന്ത് പ്രസവിച്ചതുമ്മയാണ്, പാല് തന്ന് വളർത്തിയതുമ്മയാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന മക്കളോട് പറയുകയാ, പണക്കാരന്റെ മകളെ കിട്ടിയപ്പോ, തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കിട്ടിയപ്പോ, പെറ്റ ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ട്. അവർക്ക് നേരെ ഭക്ഷണം കൊടുക്കാത്തവരുണ്ട്, വസ്ത്രം വാങ്ങിക്കൊടുക്കാത്തവരുണ്ട്, മരുന്ന് വാങ്ങിക്കൊടുക്കാത്തവരുണ്ട്,
കേൾക്കാത്തവരുണ്ട്. വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുകയാ മാതാപിതാക്കള്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിച്ചിട്ടുണ്ടോ? അല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിനക്ക് 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിച്ച ഏതെങ്കിലും മക്കള് തല്ലണമെന്നില്ല, ചീത്ത വിളിക്കണമെന്നില്ല, നിന്റെ ഒരു വാക്കുകൊണ്ടെങ്കിലും പെറ്റ തള്ളയെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ജന്മം നൽകിയ വാപ്പയുടെ മനസ്സിൽ വേദനയുണ്ടാക്കിയിട്ടുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 3 ശിക്ഷ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിച്ച ഏതെങ്കിലും ഒരു മകനോ മകളോ ഈ സദസ്സിലുണ്ടെങ്കിൽ നീ ഇന്ന് തൗബ ചെയ്തോണം. ഇല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് ഈ ദുനിയാവി വെച്ച് തന്നെ 3 ശിക്ഷ തരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 11 മണിയായപ്പോ നിർത്താറായ ഈ 3 ശിക്ഷ കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരുന്നാ ഞാൻ പറയാം, ഇല്ലെങ്കിൽ നിർത്താം. എന്ത് വേണം? പറയണോ നിർത്തണോ? പറയണമെന്നുള്ളൊരു കൈവക്കിക്ക്. പൈസ ചോദിക്കുമ്പോ ഇതുപോലെ പൊക്കൂലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മാനെ വേദനിപ്പിക്കുന്ന, വാപ്പയെ വേദനിപ്പിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് തരുന്ന 1ാമത്തെ ശിക്ഷ, നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. എടാ, ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിച്ച നീ ഒരുപാട് കാലം ഇവിടെ ഉണ്ടാകില്ല. ഉമ്മാനെ വേദനിപ്പിച്ച നീ, വാപ്പയെ വേദനിപ്പിച്ച നീ ഇവിടെ ഒരുപാട് കാലം ഉണ്ടാകില്ലടാ. നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. കാരണം നീ പെറ്റ തള്ളയെ കണ്ണുനീര് കുടിപ്പിച്ചവനാ, ഉമ്മാനെ തല്ലിയവനാ, വാപ്പാനെ വേദനിപ്പിച്ചവനാ നീ. നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കും. കേട്ടോ എല്ലാ സഹോദരിമാരും കേട്ടോ. സ്വന്തം ഭർത്താവിനെ കിട്ടിയപ്പോൾ നിനക്ക് ഉമ്മായെ വേണ്ട, വാപ്പാനെ വേണ്ട, ഒന്ന് ഫോൺ വിളിക്കാൻ പോലും നിനക്കൊന്നും സമയമില്ലല്ലോ സഹോദരിമാരെന്ന് ആലോചിക്കുക. പെറ്റ തള്ളയൊന്ന് വിളിച്ച് നോക്കാൻ, ഉമ്മ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ, ഉമ്മാന് വസ്ത്രം വേണോ എന്ന് ചോദിക്കാൻ ഒരു മനസ്സില്ലാതെ പോയി. കാരണം നിന്റെ ലോകം നിന്റെ ഭർത്താവും നിന്റെ മക്കളും, നിനക്ക് അവരാണ് വലുത്. മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് സഹോദരിമാരുണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. സ്നേഹിക്കുന്നവരുമുണ്ട്, പടച്ചവനെ തിരിഞ്ഞു നോക്കാത്തവരുമുണ്ട്. കണ്ണുനീര് കുടിപ്പിക്കുന്ന എത്രയോ മാതാപിതാക്കൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വൃദ്ധസദനങ്ങളൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ. എങ്കിലും മാതാപിതാക്കളുടെ മുന്നിൽ കടന്ന് വഅ്ള് പറയുന്ന എല്ലാ മക്കളും കേട്ടോ, നിന്നെ അല്ലാഹു എത്രയും പെട്ടെന്ന് പള്ളിക്കുഴിയിലെത്തിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2, നിനക്കല്ല ഒരു നല്ല മരണം തരത്തില്ലടാ ജീവിതത്തിൽ. ഒരിക്കലും നീ കരുതിക്കോ, നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയ അൽഖമ റളിയല്ലാഹു തആല, സഹാബി വേറെ ആരുമല്ല, താടിക്കും തഴമ്പൊക്കെ നീളൊക്കെയുള്ള ആളാണെങ്കിലും അൽഖമ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ സ്വഹാബികൾ അടുത്തു വന്ന് നിന്നിട്ട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ സഹാബിയുടെ നാവ് പൊങ്ങുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങുന്നില്ല. അല്ലാഹുവേ പടച്ചവനെ, സഹാബത്ത് മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, അൽക്കമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ച 1ാമത്തെ ചോദ്യം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോന്നാ. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, ഉണ്ട് നബിയെ, വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പ്രായം ചെന്ന ഉമ്മാനെ കൊണ്ടുവന്നു. മുത്തുനബി ചോദിച്ചു ഉമ്മയോട്, അൽക്കമയുമായിട്ട് എങ്ങനെ ഉമ്മ? നബിയെ, എനിക്കവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയെ, ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിയത്. പക്ഷെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ എന്നെക്കാല് സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയെ. വല്ലാത്ത മറുപടി.